വചന പഠനത്തിൻ്റെയും വചന ധ്യാനത്തിൻ്റെയും ഈ രണ്ടാം ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇന്നേ ദിനം നാം വിശകലനം ചെയ്യുന്ന ഭാഗങ്ങളെ 11-ാം അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 12 മുതൽ 28 വരെയുള്ള വചനഭാഗങ്ങളെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഏറ്റവും ആദ്യമായിട്ട് 11-ാം അധ്യായം 12 മുതൽ 14 വരെ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഇതാണ്. ജെഫ്ത ദൂതന്മാരെ അയച്ച് അമ്മോന്യ രാജാവിനോടുള്ള സംസാരമാണ്. അപ്പോൾ അത് ഒന്നാമത്തെ ആദ്യ ഗണം ആയിട്ടുള്ള സന്ദേശവാഹകരാണ്. അതാണ് ആദ്യത്തെ 2 വചനഭാഗത്തിൽ നാം കാണുക. അമ്മോന്യ രാജാവിൻ്റെ പക്കലേക്ക് ജെഫ്ത തൻ്റെ ദൂതന്മാരെ അയക്കുന്നു. അതിന് ജെഫ്ത ദൂതന്മാരെ അയക്കുമ്പോൾ ഇവിടെ അമ്മോന്യ രാജാവ് അവർക്ക് നൽകുന്ന ഉത്തരം ഒന്ന് മാത്രമാണ്: യുദ്ധം കൂടാതെ എനിക്ക് എൻ്റെ സ്ഥലം തിരിച്ചു കിട്ടണം എന്നുള്ളതാണ്. അതാണ് നാം 11-ാം അധ്യായം 12, 14 വചനഭാഗങ്ങളിൽ കാണുക. രണ്ടാമത്തെ വചനഭാഗം കുറച്ചുകൂടി നീണ്ട ഒരു വചനഭാഗമാണ്. 11-ാം അധ്യായം 15 മുതൽ 28 വരെയുള്ള വചനഭാഗങ്ങൾ. ഈ വചനഭാഗങ്ങൾ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുക ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രമാണ്. ഇസ്രായേൽ ജനം എപ്രകാരം മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ചെങ്കടൽ വഴി അവർ കാനാൻ ദേശത്ത് എത്തിച്ചേർന്നു എന്നുള്ള ഒരു ചരിത്രം അമ്മോന്യ രാജാവ് ജെഫ്തായുടെ സന്ദേശവാഹകരോട് പറയുന്നു. പക്ഷേ അമ്മോന്യ രാജാവ് പങ്കുവച്ച ഈ ചരിത്രം അത് തെറ്റാണ് എന്ന് ജെഫ്ത രാജാവിനോട് വളരെ കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. അതാണ് രണ്ടാമത്തെ വചനഭാഗമായി നിലകൊള്ളുന്ന 11-ാം അധ്യായം 15 മുതൽ 28 വരെയുള്ള വചനഭാഗങ്ങൾ. ഈ 2 വചനഭാഗങ്ങളെ നമുക്ക് സൂക്ഷ്മമായി ഇന്നേ ദിനം പരിശോധിക്കാം. ജെഫ്തായുടെ ദൂതന്മാരും അമ്മോന്യ രാജാവുമായുള്ള സംഭാഷണത്തിൽ 4 രാജ്യങ്ങൾ കടന്നു വരുന്നുണ്ട്. ആ 4 രാജ്യങ്ങളുടെ ചെറിയ ഒരു ചരിത്ര പശ്ചാത്തലം നാം ഒന്ന് മനസ്സിൽ സൂക്ഷിക്കേണ്ടത് വചനപഠനത്തിന് കൂടുതൽ ശക്തിയേകുന്ന ഒന്നാണ്. ഏറ്റവും ആദ്യത്തെ കൂട്ടം എന്ന് പറയുക അമ്മോന്യരാണ്. അമ്മോന്യരെ കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 38-ാം വചനം ഇപ്രകാരമാണ് പറയുക: ലോത്തിൻ്റെ 2 മക്കൾ. 19-ാം അധ്യായം 38-ാം വചനം ഇപ്രകാരം വായിക്കുന്നു: ലോത്തിൻ്റെ ഇളയവൾക്കും ഒരു മകൻ ജനിച്ചു, ബെൻ അമ്മി എന്നവന് പേരിട്ടു. ഇതുവരെ ഉണ്ടായിട്ടുള്ള അമ്മോന്യരുടെ എല്ലാം പിതാവാണ് അവൻ. അതിനാൽ തന്നെ ഇസ്രായേലിൻ്റെ വംശ പരമ്പരയിൽ തന്നെ ലോത്തിൽ നിന്ന് ജനിച്ച മകളിൽ നിന്ന് ജനിച്ച ബെൻ അമ്മി അവൻ്റെ പിൻഗാമികളാണ്, അവൻ്റെ സന്താന പരമ്പരയാണ് അമ്മോന്യർ എന്ന് പിന്നീട് അറിയപ്പെട്ടത്. രണ്ടാമതായിട്ട് നാം പരിഗണിക്കേണ്ട ഗ്രൂപ്പ് എന്ന് പറയുക മൊബാബിയരാണ്. ഈ മൊബാബിരെ കുറിച്ച് ഇപ്രകാരമാണ് പറയുക. ഉൽപ്പത്തി പുസ്തകം തന്നെ 19-ാം അധ്യായം 37-ാം വചനം: ലോത്തിൻ്റെ ആദ്യ മകൾ മൂത്തവൾക്ക് ഒരു മകൻ ജനിച്ചു, മൊബാബ് എന്നവന് പേരിട്ടു. ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള മൊബാബിയരുടെ പിതാവാണ് അവൻ. അതിനാൽ തന്നെ അമ്മോന്യരെ പോലെ തന്നെ മൊബാബിയർ ലോത്തിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരു വംശ പരമ്പരയാണ്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 37, 38 വചനങ്ങളാണ് അമ്മോന്യരെക്കുറിച്ചും മൊബാബിയരെക്കുറിച്ചും നമ്മെ പഠിപ്പിക്കുക. അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുക ഏദോംകാരാണ്. ഏദോംകാരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം അതിൻ്റെ ചെറിയ ഒരു പശ്ചാത്തലം കൂടി ഏദോംകാരെക്കുറിച്ച് നാം കാണണം. കാരണം ഏദോംകാർ അവർ ഏസാവിൻ്റെ സന്താന പരമ്പരയാണ്. കാരണം ഏസാവിൻ്റെ ജനനത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 25-ാം വചനം പറയുന്നു: ആദ്യത്തവൻ പുറമേ വന്നപ്പോൾ അവൻ ചുമപ്പ് നിറമായിരുന്നു എന്ന് പറയാം. ചുമപ്പ് എന്നുള്ളതിന് ഹീബ്രു ഭാഷയിൽ ഏദോം എന്നാണ് അർത്ഥം. അപ്പോൾ ഹീബ്രു ഭാഷയിൽ ഇപ്രകാരം റെഡിഷ് ഏദോമെനി എന്ന് പറയുന്ന വചനഭാഗം അതാണ് പിന്നീട് ഏദോം എന്നായി മാറ്റപ്പെട്ടത്. അതിനാൽ തന്നെ ഏസാവിന് ഒരു പെറ്റ് നെയിമായിട്ട് വന്നതാണ് റെഡിഷ് എന്നർത്ഥമുള്ള ഏദോം എന്നുള്ളത്. ഇവിടെ ഏദോമ്യർ അല്ലെങ്കിൽ ഏദോംകാർ എന്ന് പറയുമ്പോൾ ഏസാവിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടതാണ്.
അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം 25 ഏസാവ് അവൻ ചുവന്ന നിറം ഉള്ളവൻ മാത്രമായിരുന്നില്ല, മറിച്ച് അവൻ രോമാവൃതനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഹെയറി, രോമാവൃതം എന്നുള്ളതിന് ഹീബ്രു ഭാഷയിൽ സയർ എന്നർത്ഥം. ഈ സയർ എന്നുള്ള മലയിൽ ചെന്നാണ് പിന്നീട് ഏസാവിൻ്റെ സന്താന പരമ്പര പിന്നീട് വസിക്കുന്നത്. ആയതിനാൽ ഏസാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവൻ ചുവന്ന നിറമുള്ളവനായിരുന്നു എന്നുള്ള ഏദോം എന്നുള്ള വാക്ക് പിന്നീട് അവൻ്റെ സന്താന പരമ്പരയ്ക്കും അവന് ഒരു പെറ്റ്നെയിമായി മാറ്റപ്പെട്ടു. അതേപോലെ അവൻ റോമാവൃതനായിരുന്നു എന്ന് ഹീബ്രു ഭാഷയിൽ പറയുന്ന സെയർ എന്നുള്ള വാക്ക് പിന്നീട് ഏദോമ്യർ ചെന്ന് താമസിച്ച മലമുകളിന് പേരായി മാറുകയും ചെയ്തു. ഇതാണ് ഏദോമ്യർ എന്നുള്ള ആ പരമ്പരയുടെ, അല്ലെ ഏദോംകാർ എന്ന് നാം പറയുന്ന ജനവിഭാഗത്തിൻ്റെ ചരിത്രം എന്ന് പറയാം. അവസാനമായിട്ട് നാം കാണേണ്ടത് അമോര്യർ എന്നുള്ള ഒരു ഗ്രൂപ്പിനെ കൂടി ഈ വചനഭാഗത്ത് നാം കാണുന്നു. അമോര്യരുടെ സന്താന പരമ്പരയെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 10 അധ്യായം 6 നമ്മോട് പറയുക. ഉൽപ്പത്തി പുസ്തകം 10 ജനതകളെക്കുറിച്ചുള്ള അധ്യായമാണ്. എപ്രകാരമാണ് ലോകത്തിൽ വിവിധ ജനതകൾ രൂപം കൊണ്ടത് എന്നുള്ളതാണ് ഈ ഉൽപ്പത്തി പുസ്തകം 10 നമ്മെ പഠിപ്പിക്കുക. അവിടെ നോഹയുടെ മകൻ ഹാം, ഹാമിൻ്റെ മകൻ കാനാൻ, കാനാനിൽ നിന്ന് വന്നവരാണ് അമോന്യർ എന്ന് അറിയപ്പെടുക. പിന്നീട് ഈ അമോര്യരുടെ സന്താന പരമ്പരയിൽ രാജാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും പ്രശസ്തരായ രാജാക്കന്മാർ സീഹോൻ അമോര്യരുടെ രാജാവായിരുന്നു. ഓഗ്, ഹമുറാബി തുടങ്ങിയവരെല്ലാം അമോര്യരുടെ രാജാവായിട്ട് നാം കാണുന്ന വ്യക്തികളാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്കിതിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അമറു എന്ന് പറഞ്ഞാൽ ബാബിലോണിയൻ എന്നുള്ള അർത്ഥം കൂടി അവിടെ നിലകൊള്ളുന്നുണ്ട്. എങ്ങനെയായിരുന്നാലും അമോര്യർ യഹൂദ ജനതയുമായിട്ട് ഇസ്രായേൽ ജനതയുമായി പലപ്പോഴും യുദ്ധത്തിനും ശത്രുതയിലും പെട്ടിട്ടുണ്ട് എന്ന് ഉൽപ്പത്തി പുസ്തകം 14 സംഖ്യാപുസ്തകം 21 എന്നീ അധ്യായങ്ങൾ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്രകാരം നാം ജെഫ്തായുടെ പുസ്തകത്തിൽ ജെഫ്തായുടെ സന്ദേശവാഹകരും അമോന്യ രാജാവുമായിട്ടുള്ള സംഭാഷണത്തിൽ കടന്നു വരുന്ന 4 രാജ്യങ്ങളെ ഇപ്രകാരമാണ്: അമോന്യർ, മൊബാബിയർ, ഏദോംകാർ, അമോര്യർ. ഇതാണ് ഈ ജനവിഭാഗങ്ങളുടെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുക. 12 വചനം നാം ഇപ്രകാരമാണ് വായിക്കുക. ജെഫ്ത ദൂതന്മാരെ അയച്ച് അമോന്യ രാജാവിനോട് ചോദിക്കുന്നു, എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം? ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജെഫ്ത വളരെ പെട്ടെന്ന് തന്നെ ഇസ്രായേൽ രാജ്യത്തിൻ്റെ നേതാവായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം എൻ്റെ ദേശം എന്നാണ് ജെഫ്ത ഇവിടെ ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് പറയുക. ഇവിടെ അമോന്യ രാജാവിന് ഉള്ള വിരോധത്തെ പറ്റിയാണ് ജെഫ്ത ഏറ്റവും ആദ്യമായിട്ട് സംസാരിക്കുക. അമോന്യ രാജാവിന് എന്താണ് വിരോധം ആയിട്ട് ഉള്ളത്? ഇത് യോഹന്നാൻ്റെ സുവിശേഷം 2 അധ്യായം 4 നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവ് പരിശുദ്ധ അമ്മയോട് ചോദിക്കുന്ന പോലെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്നുള്ളതാണ്. ഇത് നമ്മുടെ രണ്ടുപേരുടെയും കാര്യമായിട്ട് നിലകൊള്ളുന്ന ഒരു കാര്യമാണ്. കാരണം യുദ്ധത്തിനായി നീ വരേണ്ട യാതൊരു ആവശ്യമില്ല എന്നാണ് ജെഫ്ത അമോന്യ രാജാവിനോട് പറയുക. ജെഫ്തായുടെ ദൂതന്മാർ അമോന്യ രാജാവിൻ്റെ മുൻപിൽ ഉയർത്തിയ ചോദ്യം, അതിന് തെറ്റായ ഒരു ഉത്തരമാണ് അമോന്യ രാജാവ് ജെഫ്തായുടെ ദൂതന്മാർക്ക് നൽകുക. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെയുള്ള അമോന്യ രാജാവിൻ്റെ സ്ഥലം ഇസ്രായേൽ ജനം കൈവശപ്പെടുത്തി എന്നാണ് പറയുക. പക്ഷേ ഇവിടെ അമോന്യ രാജാവായിട്ടോ അല്ലെങ്കിൽ മൊബാബ് ദേശമായിട്ടോ യാതൊരുവിധ പ്രശ്നവും ഇസ്രായേൽ ജനം അതിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. സംഖ്യയുടെ പുസ്തകം 21 അധ്യായം ഇതിന് ഒരു വലിയ സാക്ഷ്യമായി നമുക്ക് മുൻപിൽ നിലകൊള്ളുന്നുണ്ട്. 15 മുതൽ 18 വരെയുള്ള വചനഭാഗങ്ങളിൽ 2 രാജ്യങ്ങളോടുള്ള ഇസ്രായേലിൻ്റെ അഭ്യർത്ഥനയും അവരുടെ മറുപടിയുമാണ് നാം കാണുക. ഇസ്രായേൽ ജനത കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ
അവർ എത്തിച്ചേർന്ന 2 രാജ്യങ്ങൾ ഏദോം ആയിരുന്നു ആദ്യത്തെ രാജ്യം. അപ്പോൾ ജഫ്ത രണ്ടാമത്തെ സന്ദേശകരെ അയച്ചിട്ട് ജഫ്ത അമോന്യ രാജാവിനോട് പറയുന്നു, ജഫ്ത അറിയിക്കുന്നു, മൊബാബരും അമോന്യരുടെയും ദേശം ഇസ്രായേൽ കൈയടക്കിയിട്ടില്ല. അവർ അതിലെ കടന്നു പോകുമ്പോൾ ഏദോം രാജാവിനോട് ചോദിച്ചു, കടന്നു പോകാൻ അനുവദിച്ചു. ഏദോം രാജാവ് സമ്മതിച്ചില്ല. അതേപോലെ വീണ്ടും മൊബാബിനോട് ചോദിച്ചു, അവനും സമ്മതിക്കുന്നില്ല. ഇപ്രകാരം 2 രാജ്യങ്ങളുടെയും അനുമതി കിട്ടാതെ അവർ ഇസ്രായേൽ ജനത യുദ്ധത്തിനായി ഒരിക്കലും പുറപ്പെട്ടില്ല. മറിച്ച് അവർ മൊബാബ് ദേശം ചുറ്റിപ്പോകാൻ വേണ്ടിയാണ് അവർ ആഗ്രഹിച്ചത് എന്ന് ജഫ്ത അയച്ച സന്ദേശവാഹകർ രാജാവിനെ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട്. ഇപ്രകാരം 15 മുതൽ 18 വരെയുള്ള വചനഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അമോന്യരെ യാതൊരു വിധത്തിലുള്ള ഉപദ്രവവും ഇസ്രായേൽ ജനത ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാൻ പറ്റും. അത് വളരെ കൃത്യമായി നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായം 9-ാം വചനവും നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായം 19-ാം വചനവും പറഞ്ഞു വെക്കുന്നത് പോലെ ദൈവത്തിൻ്റെ യഹോവയുടെ കൽപ്പന ഇസ്രായേൽ ജനത അനുസരിക്കുകയാണ് ഉണ്ടായത്. നിയമാവർത്തന പുസ്തകം 2-ാം അധ്യായം 9-ാം വചനം ഇപ്രകാരമാണ്: കർത്താവ് അരുളി ചെയ്തു, മൊബാബിയരെ ആക്രമിക്കുകയോ അവരോട് ശത്രുത കാട്ടി യുദ്ധത്തിന് ഒരുപെടുകയോ അരുത്. അവരുടെ രാജ്യത്തിൽ നിന്ന് അല്പം പോലും അവകാശമായി ഞാൻ നിങ്ങൾക്ക് തരികയില്ല. എന്തെന്നാൽ ലോത്തിന്റെ മക്കൾക്ക് അവകാശമായി നൽകപ്പെട്ട ഈ 2 രാജ്യങ്ങൾ ഒഴിവാക്കി പോകുവാൻ വേണ്ടിയാണ് യഹോവ മോശയോട് ആവശ്യപ്പെടുക. ആയതിനാൽ തന്നെ ഈ വചനത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്, ഈ വചനത്തെ അനുസ്മരിച്ചുകൊണ്ട് വളരെ കൃത്യതയോടെ ജഫ്ത അയച്ച സന്ദേശവാഹക സംഘത്തിലെ 2-ാമത്തെ ഗണം വളരെ കൃത്യമായിട്ട് പറയുന്നു, അമോന്യരോ മൊബാബിയരോ ഏദോംകാരോ ആരും ആക്രമിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേകമായിട്ട് അമോന്യരും മൊബാബിയരും. കാരണം അവർ ലോത്തിന്റെ സന്താന പരമ്പരകളാണ് എന്നുള്ള കാര്യം. 15 മുതൽ 18 വരെയുള്ള വചനഭാഗത്ത് ഏദോമിനെയും മൊബാബിനെയും അമോന്യരെയും കുറിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് ജഫ്ത അയച്ച സന്ദേശവാഹകർ ഇസ്രായേലിനെ എതിരിട്ട അമോര്യരെ കുറിച്ചാണ് പിന്നീട് സംസാരിക്കുക. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അമോര്യ രാജാവായ സീഹോൻ ആണ് ഇസ്രായേലിനെ തടഞ്ഞ ഒരു രാജാവ്. അമോര്യ രാജാവ് ഇസ്രായേലിനെ തടയുകയും കാനാൻ ദേശത്തിലേക്കുള്ള അവരുടെ യാത്രയ്ക്ക് വിഘ്നം വരുത്തുകയും ചെയ്തു. പക്ഷേ അവിടെ ജഫ്ത യഹോവയിൽ ആശ്രയിക്കുന്ന ഇസ്രായേൽ ജനത്തെക്കുറിച്ച് അവരോട് പറയുന്നു. യഹോവയാണ് അമോര്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുകയും ഇസ്രായേലിന് അമോര്യരുടെ ദേശം കൈവശമാക്കാൻ അവസരമൊരുക്കുകയും ചെയ്തത്. ഇപ്രകാരം അമോന്യരുടെ ദേശത്തോട് ഇസ്രായേൽ ഒന്നും ചെയ്തിട്ടില്ല. അമോര്യരുടെ ദേശത്തോട് ആണ് ഇസ്രായേൽ യഹോവയുടെ ശക്തിയാൽ, അല്ലെങ്കിൽ യഹോവ തന്നെ യുദ്ധം ചെയ്ത് അവരെ ഏൽപ്പിച്ചത് എന്ന് ജഫ്തയുടെ സന്ദേശവാഹകർ അമോന്യ രാജാവിനെ അറിയിക്കുകയാണ്. അതാണ് 19 മുതൽ 23 വരെയുള്ള വചനഭാഗങ്ങൾ നമ്മോട് പറയുന്നത്. 24-25 വചനഭാഗങ്ങൾ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞു വെക്കുക. ഇവിടെ അമോന്യരുടെ രാജാവായ കെമോഷിനെ കുറിച്ച് ജഫ്തായുടെ സന്ദേശവാഹകർ പറഞ്ഞു വെക്കുന്നുണ്ട്. കെമോഷ് അമോന്യരുടെ ദൈവമായിരുന്നു. കെമോഷ് യുദ്ധത്തിൻ്റെ ദേവനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അതിനാൽ യുദ്ധത്തിൻ്റെ ദേവനായ കെമോഷ്, നിനക്ക് രാജ്യം തരുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒഴിപ്പിച്ച് തരുന്നതൊക്കെ ഞങ്ങൾക്ക് അവകാശമായി ഞങ്ങൾ കൈക്കൊള്ളും എന്ന് ജഫ്തായുടെ സന്ദേശവാഹകർ രാജാവിനെ അറിയിക്കുന്നു. വീണ്ടും ബാലാക്കിനെ കുറിച്ചുള്ള ഒരു ചിന്ത ജഫ്തായുടെ സന്ദേശവാഹകർ നൽകുന്നുണ്ട്. സന്ദേശവാഹകരുടെ സന്ദേശത്തിൻ്റെ സമാപനമായി ജഫ്ത പറഞ്ഞു വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നീതിയുടെ ദൈവത്തെക്കുറിച്ചാണ്. അനീതിപരമായി ഒന്നും അമോന്യ രാജാവിനോട് ചെയ്തിട്ടില്ല എന്നും, ആയതിനാൽ അമോന്യരായിട്ട് യാതൊരുവിധ തർക്കത്തിനും യുദ്ധത്തിനും വരേണ്ട ആവശ്യം ഇല്ലെന്നുമാണ് ഇവിടെ ജഫ്തായുടെ സന്ദേശവാഹകർ പറഞ്ഞു വെക്കുക.
ഏറ്റവും ആദ്യം ജഫ്ത ഇവരോട് ചോദിച്ച 14-ാമത്തെ വചനഭാഗത്ത് ജഫ്ത ചോദിച്ച ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ എന്താണ് പ്രശ്നം എന്ന ചോദ്യത്തിൻ്റെ അവസാനമായി ഉത്തരമായിട്ട് ജഫ്ത പറഞ്ഞു വെക്കുക, അനീതിപരമായ യാതൊന്നും നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. അതിനാൽ അമ്മോന്യ രാജാവായ നീ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരേണ്ട ആവശ്യമില്ല എന്ന ചിന്തയോടെയാണ് ജഫ്തയുടെ സന്ദേശവാഹകർ ജഫ്തായുടെ സന്ദേശം അമ്മോന്യ രാജാവിനെ അറിയിക്കുക. ആയതിനാൽ നീതിയോടെ വർത്തിക്കുന്ന യഹോവയെക്കുറിച്ച് പറഞ്ഞ് കൊണ്ട് ജഫ്തായുടെ സന്ദേശവാഹകർ ജഫ്തായുടെ സന്ദേശം അവസാനിപ്പിക്കുന്നു.